ദനഹകാലം 6-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 22 മുതൽ 31 വരെ. വിചിന്തനം 1. ജീവിത ബന്ധങ്ങൾ. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം മൂല്യാധിഷ്ഠിതമായി തീരുമ്പോൾ അതിന്റെ ഊടും പാവുമായി തീരേണ്ട വലിയൊരു സത്യത്തെ സംബന്ധിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സത്യത്തിന്റെ വിവിധമായ മാനങ്ങൾ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു സംഭവകഥ ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. 2 സഹോദരന്മാർ അടുത്തടുത്ത് താമസിക്കുന്നു, ജ്യേഷ്ഠനും അനുജനും. 2 സഹോദരന്മാർക്കും പിതൃസ്വത്തായിട്ട് ലഭിച്ചിരിക്കുന്ന ഭൂമി 2 ഏക്കറിനേക്കാൾ അധികമുണ്ട്. അവരുടെ പുരയിടങ്ങളൊക്കെ അടുത്തടുത്താണ്. 2 പേരുടെയും പുരയിടങ്ങൾ വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു സാമാന്യം വലിയ തോടുണ്ട്. ആ തോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടി ഒരു മരപ്പാലം തറവാട്ടുവരക സ്വത്തായിട്ട് ഉണ്ട്. ജ്യേഷ്ഠനും അനുജനും വളരെ സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ജ്യേഷ്ഠൻ എന്തെങ്കിലും ഒരു കാര്യം വിശേഷമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ, കറി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കറിയുടെ ഒരു ഭാഗം പോലും ഈ മരപ്പാലത്തിൽ കൂടെ കടന്നുവന്ന് അനുജന്റെ വീട്ടിലെത്തിക്കാൻ ജ്യേഷ്ഠൻ മറന്നിട്ടില്ല. അങ്ങനെ തന്നെ അനുജനും. എല്ലാ വിധത്തിലും അവര് ഒരുമയോടും പരസ്പര ധാരണയോടും സ്നേഹത്തോടും കൂടെ വർഷങ്ങളോളം കഴിഞ്ഞുകൂടി. സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടും 2 കൂട്ടർക്കും ഉണ്ട്. സമൂഹത്തിലെ ഇടത്തരം ഒരു 2 കുടുംബങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിലാണ് വളരെ നിസ്സാരമായ ഒരു കാര്യത്തെ ചൊല്ലി അവരുടെ ഇടയിൽ ഒരു നീരസമുണ്ടായി. ഭാര്യമാരാണ് ആ നീരസത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചവര്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനെ പ്രതിയായിരുന്നു ആ നീരസം. ആ നീരസം അവരുടെ ഉള്ളിൽ വളരെ അസ്വസ്ഥതകളുണ്ടാക്കി, ജ്യേഷ്ഠന്റെയും അനുജന്റെയും. അനുജന് കോപം വന്നു. അനുജൻ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി പറയാതെ വീട്ടിലിരുന്നുകൊണ്ട് ജ്യേഷ്ഠനെതിരായിട്ട് കുറെ ക്ഷോഭിച്ചു. ക്ഷോഭത്തിന്റെ അവസാനം അനുജൻ ചെന്ന് തറവാട് വക സ്വത്ത് അപ്പം തന്നെ ഉണ്ടാക്കിയിരുന്ന ആ മരപ്പാലം, അവരുടെ 2 പറമ്പുകളിൽ കൂടെ ഉണ്ടായിരുന്ന ഏക പാലം, ആ മരപ്പാലം എടുത്തു മാറ്റി. ജ്യേഷ്ഠനോടുള്ള ക്ഷോഭം പ്രകടമാക്കിയത് അനുജൻ അങ്ങനെയാണ്. ഈ മരപ്പാലം അവരെ സംബന്ധിച്ചിടത്തോളം 2 കുടുംബങ്ങൾ തമ്മിൽ ബന്ധിക്കുന്നതിനുള്ള വലിയൊരു കണ്ണിയായിരുന്നു. അനുജൻ അങ്ങനെ മരപ്പാലം മാറ്റിയത് ജ്യേഷ്ഠന്റെ ഉള്ളിൽ വളരെയേറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അവൻ ഇങ്ങനെ എന്നോട് ചെയ്തില്ലേ, എന്താ കാര്യം മുഴുവനും ജ്യേഷ്ഠന് പിടികിട്ടിയില്ല. എങ്കിലും ജ്യേഷ്ഠന് ഉറങ്ങാൻ തന്നെ സാധിക്കാത്ത അത്രയേറെ അസ്വസ്ഥത. ഇത്രയേറെ നമ്മൾ ഒന്നിച്ചു ജീവിച്ചിരുന്ന മനുഷ്യര് അത് എന്നോട് പറയാതെ പോലും അവൻ ആ മരപ്പാലം എടുത്ത് മാറ്റിയില്ലേ. മനസ്സിൽ വളരെ അസ്വസ്ഥത. ആ അസ്വസ്ഥത ജീവിതത്തില് നിഴലിക്കുന്നു കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഭാര്യ അടുത്തു വന്നു. ജ്യേഷ്ഠന്റെ ഭാര്യയോട് കാര്യം പറഞ്ഞു. അതിനകവും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. ഭാര്യ അതിനൊരു കുറുങ്കൗശലം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവൻ മാറ്റിയതല്ലേ, നിങ്ങളുടെ അനുജൻ മാറ്റിയതല്ലേ, നിങ്ങളോടൊന്നും ചോദിക്കാതെ, ഇനി അവരായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട. സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ മനസ്സിൽ വരുന്ന കുറുങ്കൗശലം, ആ കുറുങ്കൗശലത്തിന് ഒരു ബന്ധവും വേണ്ട എന്ന് വരുത്താൻ ഭാര്യ മറ്റൊരു കുറുങ്കൗശലം പറഞ്ഞു കൊടുത്തു. പാലത്തിന് പകരം നമുക്ക് നമ്മുടെ അതിർത്തിയിലെ മരം കൊണ്ട് തന്നെ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു മതിൽ കെട്ടാം. അപ്പൊ നമ്മുടെ കുട്ടികൾ നമുക്കും അവരെ കാണുക പോലും വേണ്ട, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് പോലും അവരെ അകന്നിരിക്കട്ടെ. ഈ സംസാരം മുഴുവൻ തീരുമാനിച്ചിട്ടില്ല ജ്യേഷ്ഠൻ എന്ന് വരികിലും ഉള്ളിൽ ഉരുണ്ടുകൂടിയ അസ്വസ്ഥതയുടെ അടിസ്ഥാനത്തില് ഇതും പരീക്ഷിച്ചു നോക്കേണ്ടതല്ലേ, അവൻ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു ചിന്തയില് ജ്യേഷ്ഠൻ ഇരിക്കുന്ന അവസരത്തിലുണ്ട് ഒരു ആശാരി ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഈ ആശാരിയെ ജ്യേഷ്ഠനും അറിയാം, അനുജനും അറിയാം. അപ്പന്റെ കാലത്ത് തറവാട്ടിലെ ആശാരിപ്പണിക്ക് വന്നിരുന്ന മനുഷ്യനാ. അതുകൊണ്ട് ഈ വീടിനെ പറ്റി ആശാരിക്കും അറിയാം. ഇപ്പൊ പണിയൊന്നുമില്ല, അതുകൊണ്ട് പണി വല്ലതുമുണ്ടോന്ന് അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നതാ. ജ്യേഷ്ഠൻ ഈ ആശാരിയെ കണ്ട ഉടനെ തന്നെ തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ എന്നുള്ള ചിന്തയോടുകൂടി, എന്താ ഇരിക്കെ, ഞങ്ങൾക്കൊരു ചെറിയ പണി ചെയ്തു തരാനുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ ആശാരിയോട് പറഞ്ഞു. എന്താണാവോ? ആശാരി മിടുക്കനാണ്, പണിയിലൊക്കെ വളരെ വളരെ തൽപരനുമാണ്, ക്ഷേമനുമാണ്. പക്ഷെ നാട്ടിൽ പണിയില്ല. അതുകൊണ്ട് ഈ പദ്ധതി, ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പദ്ധതി ജ്യേഷ്ഠൻ വഴിക്ക് ആശാരിയോട് പറഞ്ഞു, നമുക്കൊരു മതില് കെട്ടണം. അതിന്റെ ഇടയില് വളരെ വേദനയോടുകൂടി ജ്യേഷ്ഠൻ പറഞ്ഞു, ആ
അവൻ ആ മരപ്പാലം എടുത്ത് മാറ്റി. അതുകൊണ്ട് ഇനി അവരായിട്ടുള്ളൊരു ബന്ധവും വേണ്ട. അതുകൊണ്ട് ഒരു മതില് നമ്മുടെ അതിർത്തിയിലെ മരം കൊണ്ട് നീ തീർക്കണം. ആശാരി അതിന് പ്രാപ്തനാണെന്ന് ജ്യേഷ്ഠൻ അറിയാം. അത് ചെയ്യാലോ. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, മതില് ഉടനെ തന്നെ തീർക്കണം. തീർക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഈ വീട്ടിലുണ്ടാകുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞങ്ങൾ മുരുങ്ങൂര് ഡിവൈനിലേക്ക് ഒരു ആഴ്ച ധ്യാനിക്കാൻ പോവാ. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാതിരിക്കുക നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച വരുമ്പോ മതില് തീർത്തിരിക്കണം. ഏറ്റു. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ആശാരിയെ ഏൽപ്പിച്ചു. ഇവര് ധ്യാനിക്കാൻ പോയി മുരുങ്ങൂര് ഡിവൈനിലേക്ക് ഒരാഴ്ച ധ്യാനം. ജ്യേഷ്ഠന്റെ വീട്ടുകാർ മുഴുവൻ. അപ്പൊ ശനിയാഴ്ചയാണ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരിക. ശനിയാഴ്ച വരുമ്പോ മതിലുണ്ടാകും. അപ്പൊ പ്രശ്നം പരിഹരിതമായി. ശനിയാഴ്ച അവർ വന്നപ്പോ മതിലിന് പകരം അവിടെ മതിലൊന്നും കാണാനില്ല. അല്പം കൂടി ബലവത്തായിട്ടുള്ളൊരു പാലം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ജ്യേഷ്ഠന് ഒരു പിടിയും കിട്ടുന്നില്ല. ആശാരിയെ ഏൽപ്പിച്ചു പോയി മതിലുണ്ടാക്കാൻ വേണ്ടി കാശും കൊടുത്തു. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. തിരിച്ചു വന്ന് നോക്കുമ്പോ മതിലില്ല. പണ്ട് പാലം ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് കുറച്ചും കൂടി ബലവത്തായിട്ടുള്ളൊരു പാലം ഉണ്ടായിട്ടിരിക്കുന്നു. ജ്യേഷ്ഠന്റെ വയസ്സിന്റെ പ്രത്യേകത കൊണ്ടും പ്രായമാകുമ്പോ കുറച്ചും കൂടി ആലോചിച്ചിട്ടല്ലേ പൊട്ടിത്തെറി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇങ്ങനെ തരിച്ചു നിൽക്കുക. എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാതെ. ആ അവസരത്തിലുണ്ട് അനുജൻ ഈ പാലത്തിൽ കൂടെ കടന്നു വന്ന് ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുക. അപ്പോഴും ജ്യേഷ്ഠൻ അന്താളിച്ച് നിൽക്കുക. അനുജൻ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നത് ഇതാണ്. ഇത് പറഞ്ഞുകൊണ്ടാ കരയണത്. ജ്യേഷ്ഠ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്ക് ചേട്ടാ. ഞാൻ എന്തോ എന്റെ മനസ്സിലെ ഉരുണ്ടുകൂടിയ അസ്വസ്ഥത കൊണ്ട് പെട്ടെന്ന് ആ പാലം ഞാൻ എടുത്തു മാറ്റി. ജ്യേഷ്ഠന് വളരെ അസ്വസ്ഥത അത് ഉണ്ടാക്കിയെന്ന് പിന്നീടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഇത്രയും അസ്വസ്ഥത ജ്യേഷ്ഠന് ഉണ്ടായിട്ട് പോലും ജ്യേഷ്ഠൻ അതിന് പ്രതികാരം ചെയ്യാതെ വീണ്ടും ഒരു ശക്തമായിട്ടുള്ള പാലമല്ലേ ജ്യേഷ്ഠൻ സൃഷ്ടിച്ചത്. വീണ്ടും ഒരു പാലമാണല്ലോ ജ്യേഷ്ഠൻ പണിതത്. ആ ജ്യേഷ്ഠന്റെ നല്ല മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ജ്യേഷ്ഠ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അനുജൻ. ജ്യേഷ്ഠ അപ്പോഴും അന്താളിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശാരി വീണ്ടും വരുന്നു. ആശാരിയോട് ജ്യേഷ്ഠൻ ചോദിക്കുന്നു, എന്തപ്പുണ്ടായ കാര്യം? ജ്യേഷ്ഠൻ അറിഞ്ഞിട്ടില്ല വീണ്ടും പാലം ഉണ്ടാക്കിയത്. അനുജൻ വിചാരിച്ചു ജ്യേഷ്ഠൻ പറഞ്ഞിട്ടാ പാലം ഉണ്ടാക്കിയെന്ന്. ആശാരി പറയണു, നിങ്ങളുടെ കുടുംബം എനിക്കറിയാം. നിങ്ങളുടെ അപ്പന്റെ കാലത്തും എനിക്കറിയാം നിങ്ങളുടെ കുടുംബം. നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്നും എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിന് മതില് എന്നതിനേക്കാൾ പാലമാണ് നല്ലതെന്ന് എന്റെ സാമാന്യ ബുദ്ധി എന്നോട് ഉപദേശിച്ചു. നിങ്ങളുടെ രണ്ട് വീടുകളും തമ്മിൽ വേർതിരിക്കുന്ന മതിലിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആവശ്യം പാലം തന്നെയാണെന്ന് എന്റെ സാമാന്യ ബുദ്ധി, ഞാൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, എങ്കിലും സാമാന്യ ബുദ്ധി എന്നോട് നിർദ്ദേശിച്ചു നിങ്ങളുടെ ഇടയിൽ ഒരു പാലമാണ് ഉചിതമെന്ന്. അതുകൊണ്ട് തറവാട്ടിലെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏറ്റത് മതില് പണിയാനാണ് എന്ന് വരികിലും സാമാന്യം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും അതിന് എനിക്ക് തോന്നിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടും ഞാൻ മതിലിന് പകരം പാലാണ് പണിതത്. സന്തോഷകരമായ രണ്ട് കുടുംബങ്ങള്. ഉരുണ്ടുകൂടി വന്ന അസ്വസ്ഥതകള് അവിടെ വെച്ച് തന്നെ അലിഞ്ഞുപോയി. പൂർവാധികം സന്തോഷത്തോടും പൂർവാധികം വളരെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ജ്യേഷ്ഠാനുജന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോ ഈ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക്, ഈ സംഭവകഥ എന്റെ മനസ്സിലേക്ക് ഓടിക്കേറി വന്നു. ഈ സുവിശേഷത്തിന്റെ സത്യം ഇതാണ്. വിശുദ്ധ നാട്ടിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നദിയാണ് യോർദാൻ നദി. ആ യോർദാൻ നദിയുടെ തീരത്താണ് യോഹന്നാൻ മാംദാന് തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ്: സമൂഹത്തിലുള്ള ജനങ്ങളുടെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ വേർതിരിയുവിൻ, പിന്തിരിയുവിൻ, മനസ്തപിക്കുവിൻ. പട്ടാളക്കാരോടായിട്ട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരെ മർദ്ദിക്കരുത് ആവശ്യമില്ലാതെ. ധനവാന്മാരോടായിട്ട് യോഹന്നാൻ പറഞ്ഞു, പാവപ്പെട്ടവരെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ഉദ്യോഗസ്ഥന്മാരോടായിട്ട് യോഹന്നാൻ പറഞ്ഞു, ശമ്പളം വാങ്ങരുത്. സാധാരണക്കാരോടായിട്ട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലി ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുവിൻ. കള്ളത്തരം കാണിക്കരുത്, വഞ്ചിക്കരുത്. നിങ്ങൾ ആളുകൾ സ്തബ്ധരായി. ഇങ്ങനൊരു പ്രസംഗം അവർ കേട്ടിട്ടില്ല. ഈ തരം വിഷയങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല ഇതിനു മുമ്പ് മറ്റൊരു വ്യക്തി. കേട്ടവർ വീണ്ടും വീണ്ടും ആ നാട്ടിൽ നിന്ന് ആളുകൾ ഓടിക്കൂടുന്നു. യോർദാൻ നദി മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് പ്രസിദ്ധനായിട്ടുള്ള യോഹന്നാൻ മാംദാനിയുടെ പ്രസംഗം ശ്രമിക്കാൻ. യോഹന്നാൻ അങ്ങ് അടിച്ചു കയറുക എന്ന് പറയില്ലേ ഇന്നത്തെ ഭാഷയില്. സമൂഹത്തിന്റെ മുമ്പില് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനനേതാവ് യോഹന്നാൻ. പറയുന്ന ഭാഷ, പറയുന്ന വിഷയം ജനഹൃദയങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ജനങ്ങൾ തിങ്ങിക്കൂടുന്നു. ഈ തിങ്ങി നിൽക്കുന്ന അവസരത്തില് ഇതാ വരുന്നു
വരുന്നു ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലേക്ക്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക വരുന്ന മനുഷ്യനെ, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ വരുന്നത്. വരുന്ന വരവ് മനുഷ്യഹൃദയങ്ങളിൽ മതിപ്പുണ്ടാക്കി. യോഹന്നാനെ കണ്ടാ മതിപ്പുണ്ടാവില്ല. ഒരു കാട്ടുമനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, ഒട്ടകത്തിന്റെ തൊലി ഉടുത്തിരിക്കുന്നു, ദീക്ഷ, കാട്ടുതേനും വെട്ടുകിളികളൊക്കെ ഭക്ഷിക്കുന്നു. ഗംഭീരമായ സ്വരമാണ്, അതിലേറെ ഉദാത്തമായ ആശയം. ഇതാണ് യോഹന്നാനോട് ജനങ്ങൾക്ക് മതിപ്പുണ്ടായത്. യേശുവിന്റെ നടത്തം, ഗംഭീരമായ നടത്തം, ആകൃതിയും പ്രകൃതിയും മതിപ്പുണ്ടാക്കുന്ന രീതി. യോഹന്നാൻ പറയുന്നു, ദൈവത്തിന്റെ കുഞ്ഞാട് ദേ വരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു. യേശു മന്ദം മന്ദം എങ്ങനെയാണ് നടന്നതെന്ന് ഭാവനയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം. സെന്റ് അഗസ്റ്റിൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ ആഗ്രഹം ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞത്, യേശും അമ്പുലാന്തും നടക്കുന്ന യേശുവിനെ എനിക്കൊന്ന് കാണണം. യോഹന്നാന്റെ അടുത്തേക്ക് വരുന്ന യേശുവിനെ എനിക്കൊന്ന് കാണണമെന്ന് കൊതിച്ചവനാണ് പ്രസിദ്ധനായിട്ടുള്ള അഗസ്റ്റിൻ. ആ നടപ്പ് ഭാവനയുള്ളവർക്ക്, കലാകാരന്മാർക്ക്, സർഗചേതനയുള്ളവർക്ക് ഏതു തരത്തിലും വേണമെങ്കിൽ മനസ്സിൽ കാണാം. നടന്നു വരുന്ന യേശു യോഹന്നാന്റെ അടുത്തെത്തുന്നു. സപ്തരായ ആളുകൾ നിൽക്കുന്നു. യേശു പറയുന്നു, എനിക്ക് സ്നാനം നൽകുക. യോഹന്നാൻ പറയുന്നു, എന്താ, നിന്നിൽ നിന്ന് സ്നാനം ഞാൻ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്നോട് ആവശ്യപ്പെടുന്നുവോ? യേശു പ്രചോദിക്കുന്നു, സകല നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി ഇപ്പോൾ എന്നെ അനുസരിക്കൂ. യോഹന്നാൻ യേശുവിന് സ്നാനം നൽകുന്നു. യേശു നടന്നു മറയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. യേശുവും തന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതേ നദി കുറച്ച് അകലെ വേറൊരു കടവ്. ആ കടവിൽ യേശു തന്റെ പ്രബോധനം ആരംഭിച്ചു. ജനങ്ങളെ തന്നെ, മക്കളെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിന്റെ പ്രസംഗ ശൈലി ഇതായിരുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ആവിർഭവിച്ചിരിക്കുന്നു. അനുഭവിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരത്തിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുവിൻ. ജനങ്ങള് അതിനു മുമ്പ് ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ആകാരത്തിലും പ്രകൃതിയിലും മതിപ്പുളവാക്കിയിട്ടുള്ളവനാണ്. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിലേറെ മതിപ്പ് ജനങ്ങൾക്ക്. യോഹന്നാന്റെ ശ്രോതാക്കളിൽ പലരും യേശുവിന്റെ അടുത്തേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. യേശു വാഗ്ധോരണിയിൽ മുഴുകുന്നു. വരുന്ന ആശയങ്ങൾ ഗംഭീരമായിട്ടുള്ള ആശയം, ജനഹൃദയങ്ങളിൽ തുളച്ചു കയറുന്ന ആശയം. ജനങ്ങൾ ഓടിക്കൂടും. യോഹന്നാന്റെ ക്യാമ്പിൽ നിന്നാണ് ജനങ്ങള്, ആ തട്ടകത്തിൽ നിന്നാണ് ജനങ്ങള് പുതിയ ആ പ്രബോധകന്റെ അടുത്തേക്ക് ഓടിക്കൂടുന്നത്. യോഹന്നാൻ അതിനിടെ നാട്ടിൽ ശിഷ്യന്മാരുണ്ട്, ഒരുപാട് ശിൽബന്ധികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവര് ചിലപ്പോ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. രണ്ട് അച്ഛന്മാര്, ഗംഭീരമായ ധ്യാനപ്രസംഗം, രണ്ട് ധ്യാന മന്ദിരങ്ങള് അടുത്തടുത്ത്, രോഗശാന്തി ശുശ്രൂഷ അടുത്തടുത്ത്, ആളുകൾ നെട്ടോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. ചിന്തിക്കൂ, അപ്പോഴാണ് ഒരു നിമിത്തം എന്ന രീതിയിൽ ഒരു വഴക്ക്. വഴക്കെന്താണ്? പുണ്യത്തെപ്പറ്റി, മതത്തെപ്പറ്റി, നല്ല കാര്യത്തെപ്പറ്റി ഒരു വഴക്ക്. ഒരു യഹൂദൻ, യേശുവിനെ കണ്ട യഹൂദനാണെന്ന് മനസ്സിലാവും, സത്യത്തിലും യഹൂദൻ. അപ്പോ യേശുവിന്റെ ശിൽബന്ധിയായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം അത്. ഒരു യഹൂദൻ സുവിശേഷത്തിൽ പറയണു. യോഹന്നാന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു വഴക്ക്. ശുദ്ധീകരണമാണ് വിഷയം, പുണ്യം തന്നെ. ഇത് യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് പിടിച്ചില്ല. ഇവൻ ഇന്നലെ കയറി വന്നോ ഞങ്ങളായിട്ട് വഴക്കുണ്ടാക്കി. ഇവിടെ ഞങ്ങളുടെ ഗുരുവിന്റെ തട്ടകമായിരുന്നു ഇത്. ഈ തട്ടകം തട്ടിയെടുക്കാൻ വേണ്ടി ഇന്നലെ കയറി വന്നവന്റെ ശിഷ്യൻ പിടിച്ചില്ല. ഒരു കൂട്ടം ആളുകൾക്ക്, യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് ഇതൊരു നിമിത്തമായിട്ട് ഈ നീരസം മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘം യോഹന്നാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതാണ് സുവിശേഷം. അഭിസംബോധന ചെയ്യുന്നു യോഹന്നാന്. ഗുരു, അവരുടെ ഉള്ളില് ഈ നീരസം ഇവിടെ വെച്ച് നമുക്കത് തീ കത്തിക്കണം, ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണം. ഒന്നുകില് നിന്റെ തട്ടകം അല്ലെങ്കിൽ അവന്റെ തട്ടകം, രണ്ടും ഒന്നിച്ചു പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് ഉള്ളില്. അതിനൊരു നിമിത്തമായിരുന്നു ഈ വഴക്ക്. അതുകൊണ്ട് യോഹന്നാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഗുരു, ഇതാ അക്കരെ നിന്റെ, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നീ സ്നാനം നൽകിയവൻ. അക്കരെ വലിയൊരു പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ പലരും, നമ്മളിൽ നിന്ന് പലരും അങ്ങോട്ട് ഓട്ടാണ്. സുരേഷ്ണിയായിരുന്നു അത്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല മക്കളെ. യാഥാർത്ഥ്യബോധം അതായിരിക്കണം. ഈ യേഷ്ണിയുടെ മുന ഒടിക്കുകയാണ് യോഹന്നാൻ. ഇവിടെയാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വിഷയം ഇവിടെയാണ്. യോഹന്നാന് ഇത് ആളിക്കത്തിക്കാമായിരുന്നു.
അങ്ങനെ ഉണ്ടായോ? ഞാൻ ഇതിനു മുമ്പ് എന്റേതായിട്ടുള്ള മണ്ഡലമാണത്, ഇതിൽ ഞാൻ അറിയാതെ അങ്ങനെ ഉണ്ടായോ? പച്ചയായ മനുഷ്യന് അങ്ങനെയാ പറയാൻ തോന്നുക. പക്ഷെ യോഹന്നാൻ അല്പം ഉണക്കം വന്ന മനുഷ്യന്, അല്പം പരുവപ്പെട്ട മനുഷ്യന് യോഹന്നാൻ പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചില്ലെങ്കിൽ ആരുടെ പ്രബോധനവും ഫലപ്രദമാകില്ല മക്കളെ. ഞാൻ യേശുക്രിസ്തു അല്ല, അവനാണ് സാക്ഷാൽ രക്ഷകൻ. ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം മാത്രം, അതിലും കൂടുതൽ ഒന്നുമല്ല ഞാൻ. നിങ്ങൾ അവനെയാണ് ശ്രവിക്കേണ്ടത്. അവനെയാണ് പിതാവായ ദൈവം നിയുക്തനായിരിക്കുന്നത്. അവന്റെ നിഴലാണ് ഞാൻ. അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്റെ ജോലി. അത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ സന്തോഷം പൂർണ്ണമായി. ഇനി നിങ്ങൾ അവനെ ശ്രവിക്കാൻ പോകുക. ആളിക്കത്തിയ യേശുനി അവിടെ നിന്നത് കണ്ടു. കത്തുന്ന തീയിൽ എണ്ണൊഴിക്കുന്നതിന് പകരം വെള്ളമൊഴിച്ച് ആ തീ കെടുത്തിയ രീതി കണ്ടു. മാന്യമായിട്ടുള്ള രീതി. ഇത് നമ്മൾ ചിന്തിക്കും, യോഹന്നാൻ ഇതൊക്കെ അറിഞ്ഞുകൂടായിരുന്നു. യേശു അങ്ങനെ ഒരു യേശുനി ഉണ്ടാക്കുന്ന മനുഷ്യനാണോ? ഇതേ രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രസംഗമാകണമെന്നില്ല. സഭയിലെ എല്ലാ തലത്തിലുള്ള മക്കൾക്ക്, പുരോഹിതന്മാരാകട്ടെ, പുരോഹിത ശ്രേഷ്ഠന്മാരാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായനികളാകട്ടെ, പ്രവർത്തന മണ്ഡലങ്ങളിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഈ പ്രശ്നത്തിന്റെ രൂക്ഷമായിട്ടുള്ള ഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘർഷമുണ്ടാകുന്നത്, മനസ്സിൽ അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടുന്നത്. ഒരാശൻ വളരെയേറെ ശ്രദ്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടി ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഒരു സ്ഥലത്ത് പലതും ഉണ്ടായി എന്ന് വിചാരിക്കുക. വരുന്നു മറ്റൊരു അച്ഛൻ. ആ അച്ഛൻ പറയുന്നു, ആ അച്ഛനെ ആദ്യം ഇതുണ്ടാക്കിയ അച്ഛനെ കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ ഇതൊക്കെ എന്റെ മേനിയാണ് എന്ന് നടിച്ചു പറഞ്ഞാൽ ഈ സംഭവമല്ലേ ഇവിടെ ഉണ്ടാകണത്. എന്റെ ഒരു ചെറിയ ഇതുവരെ ജീവിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, എല്ലാ അസ്വസ്ഥതകൾക്കും, അത് സമൂഹത്തിലാകട്ടെ, രാജ്യത്തിലാകട്ടെ, അത് വ്യക്തിയിലാകട്ടെ, എല്ലാ അസ്വസ്ഥതകൾക്കും നിദാനം നീതിയുടെ നിഷേധമാണ്. അത് ഔദാര്യത്തിന്റെ നിഷേധമല്ല. നീതി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കോടതി നീതിയൊന്നുമല്ല, നീതിന്യായ വ്യവസ്ഥയൊന്നുമല്ല. ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ടത് ലഭിക്കാതെ വരുമ്പോ, ഓരോ വ്യക്തിയോടും ചോദിക്കേണ്ടത് ചോദിക്കാതെ വരുമ്പോ, ഓരോ വ്യക്തിയോടും പറയേണ്ടത് പറയാതെ വരുമ്പോ ഉണ്ടാകുന്ന അസ്വസ്ഥതകള് അത് ഉരുണ്ടുകൂടുന്നു. പച്ചയായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് പൊട്ടിത്തെറിയായിട്ട് വരുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ സംഭവകഥയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഉണ്ടായ ധാരണപ്പെശക്, ആ ധാരണപ്പെശകിന്റെ അടിസ്ഥാനത്തില് ഉരുണ്ടുകൂടി മനസ്സ് അസ്വസ്ഥമായി. ഇതാ പാലം കാണാനില്ല. ഉരുണ്ടുകൂടി അസ്വസ്ഥമായ മനസ്സിൽ നിന്ന് അങ്ങനെ ചെയ്തുവെങ്കിൽ മതിലുയരട്ടെ. കണ്ടു. എന്നോട് ചോദിക്കാതെ, പരസ്പരം ചിന്തിക്കാതെ അവനത് എടുത്തു മാറ്റിയിലുള്ള മനസ്സിന്റെ അസ്വസ്ഥത ജ്യേഷ്ഠന്റെ മനസ്സിലെ നിസ്സാരമായ കാര്യം. പാലൊന്നും വേണമെന്നില്ല. പറയേണ്ട ഒരു വാക്ക്, ചോദിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, അത് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കാതെ വരുമ്പോ അർഹതപ്പെട്ടവനുണ്ടാകുന്ന അസ്വസ്ഥത ഒരു വശം. ഇനി മറ്റു വ്യക്തികളെ മേനി നടക്കുകയാണെന്ന് വിചാരിക്കെ. യോഹന്നാന്റെ ജീവിതത്തിൽ മാന്യമായിട്ടുള്ളൊരു രീതി നമുക്ക് കാണാം. യോഹന്നാൻ എല്ലാ തരത്തിലും സമൂഹത്തിന്റെ മുമ്പില് അക്കരെ പ്രസംഗം തുടങ്ങിയിട്ടുള്ള ആ പ്രസിദ്ധനായിട്ടുള്ള മനുഷ്യൻ എത്ര കണ്ട് പ്രസിദ്ധനായാലും അതിനേക്കാൾ കൂടുതൽ തിണ്ണബലം യോഹന്നാൻ ആ നാട്ടിലുണ്ടായിരുന്നു. അത് മേനി നടിച്ചിട്ട് യോഹന്നാനിലേക്ക് ആവസിക്കാമായിരുന്നു. യോഹന്നാന് അല്പം ബുദ്ധി, അല്പം പച്ചയായ മനുഷ്യന്റെ തന്ത്രമുണ്ടായാ മതി. യോഹന്നാൻ അതിന് പകരം മാന്യമായിട്ട് പെരുമാറുന്നു. എന്താ മാന്യത? എന്റെ സ്ഥാനം ഇത്രയേ ഉള്ളൂ, എന്റെ പ്രസക്തി ഇത്രയേ ഉള്ളൂ, അതിൽ സന്തോഷിക്കുക. മറ്റുള്ളവന്റെ സ്ഥാനവും മറ്റുള്ളവന്റെ പ്രസക്തിയോ എനിക്കില്ല എന്ന് വിചാരിച്ച് അസ്വസ്ഥനാകുന്നില്ല യോഹന്നാൻ. ഉള്ള സ്ഥാനം, ഉള്ള പ്രസക്തി, ഉള്ള രീതിയിലെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് അതിൽ ജീവിക്കാൻ സാധിക്കുന്ന, അതിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു രീതി, ഇതാണ് മാന്യമായ പെരുമാറ്റം. ഈ പെരുമാറ്റ രീതിയാണ് മൂല്യാധിഷ്ഠിതമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ഊടും പാവുമായി തീരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്. ഈ പെരുമാറ്റ രീതിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് വരികിൽ എന്തെല്ലാം ത്യാഗപ്രവർത്തികൾ ചെയ്താലും, ഏതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും മനുഷ്യൻ അസ്വസ്ഥമായിരിക്കും, സമൂഹം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും.
ഇതല്ലേ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്? സീസറിനുള്ളത് സീസറിന് കൊടുക്കുവിൻ മക്കളെ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത്. നീതിയുടെ നിർവഹണമാണ് നിങ്ങളിൽ ഏറ്റവും കാര്യമായിട്ട് നിങ്ങൾ കരുതേണ്ടത്. സുവിശേഷത്തിൽ തന്നെ കാണുന്നില്ലേ, ഞാൻ നിന്റെ കൂടെ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, നിങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു പറയുന്നു, നിങ്ങളെ ഞാൻ അറിയില്ല. അനീതി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അനീതി എന്ന് പറഞ്ഞാൽ കോടതിയിലുള്ള അനീതിയൊന്നുമല്ല, ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളില് നമ്മൾ ചിന്തിക്കാതെ വരുന്ന അബദ്ധമായിട്ടുള്ള ദംശനം, അത് മറ്റു വ്യക്തികളിൽ ഉരുണ്ടുകൂടി അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അത് അല്പം പക്വത വരാത്ത വ്യക്തികളിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പൊട്ടിത്തെറി വീണ്ടും പ്രകമ്പനമാകുന്നു. രാഷ്ട്രത്തിന്റെ സ്ഥിതിയും ഇത് തന്നെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിരോധവും ഇത് തന്നെ. ചോദിക്കേണ്ടത് ചോദിക്കില്ല, ചോദിക്കേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് പറയില്ല. അതുകൊണ്ട് അസ്വസ്ഥതകളായി അതിന് വീണ്ടും പ്രതിധ്വനിക്കുന്നു. ആ അസ്വസ്ഥതകള് വീണ്ടും അത് ഉരുണ്ടുകൂടുന്നു. എത്രയോ യുദ്ധങ്ങളുണ്ടായി ഇതിനു മുമ്പ്, എന്നിട്ടും പഠിക്കുന്നുണ്ടോ മനുഷ്യൻ? ഇനി ഉണ്ടാകോ ഇല്ലേ ആർക്കറിയാം. അസ്വസ്ഥതകളെ മാനങ്ങൾ കൂടുകയാണ്. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീതിയുടെ നിർവഹണം. നീതി പ്രവർത്തിക്കുന്ന ഒരു ചിന്താരീതിയുള്ള സമൂഹത്തിലെ ജീവിക്കാൻ സുഖമാണ്. നമ്മൾ വിചാരിക്കും ചാരിറ്റി, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സമൂഹത്തിൽ ജീവിക്കാനാണ് സുഖമെന്ന്. അല്ല, നീതിയുടെ നിർവഹണം ചെറുതാകട്ടെ വലുതാകട്ടെ, നീതിയുടെ നിർവഹണം അത് കാര്യമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികളുള്ള സമൂഹങ്ങള് സുന്ദരമാണ്, ഇടവകകൾ സുന്ദരമാണ്, ഭവനങ്ങള് മനോഹരമാണ്, വ്യക്തികളുടെ ഉള്ളിലും ശാന്തതയുണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ആശയം, അസൂയ വേണ്ട, ആയിരിക്കുന്ന സ്ഥിതിയിൽ അംഗീകരിക്കുക, അതിൽ സന്തോഷിക്കുക. മറ്റു വ്യക്തികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ വേണ്ടി പിശുക്ക് കാണിക്കേണ്ട. രൂപമാണ് പൈസ മാത്രമല്ല, അംഗീകാരമാണെങ്കിൽ അംഗീകാരം, നല്ല വാക്കുകളാണ് നല്ല വാക്ക്, കൺസേൺ കാണിക്കേണ്ടതാണെങ്കിൽ കൺസേൺ, ചെയ്യേണ്ടത് ചെയ്യുക, കരുതൽ കാണിക്കുകയാണെങ്കിൽ കരുതല്, അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ മനോഹരമായിട്ടുള്ള ഒരു വിചാരം ഉണ്ടാകും. ഇനി കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ഒരു വ്യക്തി ശ്രമിച്ചു, കിട്ടേണ്ടത് കിട്ടിയില്ല, അസ്വസ്ഥതയുണ്ടാകും. ഈ അസ്വസ്ഥതയും പരിഹരിക്കാൻ സാധിക്കണം. ഈ പരിഹാരത്തിനുള്ള മാർഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാം. പക്ഷെ അവനത് പരിഹരിക്കുമെന്ന് വിചാരിച്ചിട്ട് നേരി നടിച്ച് മറ്റു വ്യക്തികൾ ജീവിച്ചുകൊണ്ടും അവർക്കും രക്ഷയില്ല. ഇന്നല്ലെങ്കിൽ നാളെ രക്ഷകേട് അവർക്കും അനുഭവപ്പെടും. അതുകൊണ്ട് അവനവന്റെ സ്ഥിതി അവനാൻ മനസ്സിലാക്കി, അവന്റെ പ്രസക്തി അവനാൻ മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുന്ന ആ ജീവിത ശൈലിയാണ് സമാധാനം ഉണ്ടാക്കുള്ളൂ. അതാണ് സന്തോഷം.